ഹലോ സ്റ്റുഡൻസ്, നമ്മളൊന്ന് മൂന്നാമത്തെ മെത്തേഡിലേക്ക് കുറിച്ച് ഡിസ്കസ് ചെയ്യണം. മൂന്നാമത്തെ മെത്തേഡ്, അതായത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൻ്റെ മൂന്നാമത്തെ മെത്തേഡ്. എങ്ങനെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാം, അതിൻ്റെ മൂന്നാമത്തെ. ആദ്യത്തെ മെത്തേഡ് എന്തായിരുന്നു? ആദ്യത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്. അതിൽ ക്യാപിറ്റൽ പേജ് റിഡീം ചെയ്യാം, പ്രോഫിറ്റ് പേജ് റിഡീം ചെയ്യാം. രണ്ടാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ആനുവൽ ഡ്രോയിങ്സ്. അത് നമ്മൾ ആനുവൽ ഡ്രോയിങ്സ് ലോട്ടറി മെത്തേഡ് നമ്മൾ പറഞ്ഞു. അതിലും ക്യാപിറ്റൽ പേജ് റിഡീം ചെയ്യാം, പ്രോഫിറ്റ് പേജ് റിഡീം ചെയ്യാം. ഇനി റിഡംഷൻ ബൈ സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം, ഡിബഞ്ചേഴ്സ് മേ ബി റിഡീംഡ് ബൈ ക്രിയേറ്റിംഗ് എ സിങ്കിങ് ഫണ്ട്. അണ്ടർ ദിസ് മെത്തേഡ് എവറി ഇയർ എ പാർട്ട് ഓഫ് ദ പ്രോഫിറ്റ് ഈസ് സെറ്റ് അസൈഡ് ആൻഡ് സിങ്കിങ് ഫണ്ട് ഈസ് ക്രിയേറ്റഡ്. ദ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ്. അപ്പോൾ ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത് ഔട്ട്സൈഡിൽ തന്നെ, അത് ബിസിനസ്സിന് പുറത്ത് അത് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ റിസർവ് നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പുറത്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ ഫണ്ടാവുന്നത്. അത് ബിസിനസ്സിൽ തന്നെ ചെയ്യുമ്പോൾ റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സിങ്കിങ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമ്മൾ അത് ബിസിനസ്സിൻ്റെ പുറത്ത് സെക്യൂരിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അലോങ് വിത്ത് ആനുവൽ എമൗണ്ട് സെറ്റ് അസൈഡ് ഫ്രം പ്രോഫിറ്റ് വിൽ അഗെയിൻ ബി ഇൻവെസ്റ്റഡ് ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്രോപ്രിയേറ്റ് ചെയ്ത എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും നെക്സ്റ്റ് ഇയറിലെ അപ്രോപ്രിയേഷൻ കൂടിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ദിസ് പ്രോസസ്സ് കണ്ടിന്യൂസ് ടിൽ ദ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അപ്പോൾ ഡിബഞ്ചേഴ്സ് എന്നാണോ റിഡീം ചെയ്യുന്നത് ആ വർഷം വരെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് പ്ലസ് എമൗണ്ട് സെറ്റ് അസൈഡ് നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു 5 വർഷം കൊണ്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ, ഓരോ വർഷം ആദ്യത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, സെക്കൻഡ് ഇയറിൽ നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും, അതും സെക്കൻഡ് ഇയറിലെ എമൗണ്ടും കൂടി സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്യും. ദെൻ തേർഡ് ഇയറിൽ നമ്മൾ എമൗണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്യും. തേർഡ് ഇയറിൽ നമുക്ക് ഇൻട്രസ്റ്റ്, ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിൻ്റെയും ഇൻട്രസ്റ്റ് നമുക്ക് തേർഡ് ഇയറിൽ കിട്ടും. ആ തേർഡ് ഇയറിൽ ആ 2 ഇൻട്രസ്റ്റും കൂടി കൂട്ടിയിട്ട് നമ്മൾ എമൗണ്ട് അപ്രോപ്രിയേറ്റ് ചെയ്താൽ സെറ്റ് അസൈഡ് ചെയ്താൽ അതിൻ്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതാണ് ദിസ് പ്രോസസ്സ് എന്ന് പറയാനുള്ള കാരണം കേട്ടോ. ദ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി സോൾഡ് ആൻഡ് ക്യാഷ് ദസ് റിസീവ്ഡ് വിൽ ബി യൂസ്ഡ് ഫോർ ടു റീപേ ദ ഡിബഞ്ചേഴ്സ്. അങ്ങനെ അവസാനം 4ാമത്തെ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടൊക്കെ വിറ്റിട്ട് നമ്മൾ ക്യാഷ് ആക്കും, എന്നിട്ട് ഡിബഞ്ചേഴ്സിൻ്റെ ക്യാഷ് ഇടും. ദ വർക്കിംഗ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി വിൽ നോട്ട് അഫക്റ്റഡ് ആസ് ദ ക്യാഷ് ഈസ് സെപ്പറേറ്റ്ലി മെയ്ഡ് അവൈലബിൾ ഫോർ റിഡംഷൻ. അങ്ങനെ നമ്മൾ ഓരോ വർഷം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വർഷാവസാനത്തിൽ എന്നല്ല, പീരീഡ് അവസാനിക്കുമ്പോൾ 4 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടൊക്കെ നമ്മൾ വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടും. അങ്ങനെ ആ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ അഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് ഓഫ് റിഡംഷൻ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ആൻഡ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വിൽ ബി ഓപ്പൺഡ്. ഈ മെത്തേഡിൽ നമുക്ക് 2 സെപ്പറേറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യണം. സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം, സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ഓപ്പൺ ചെയ്യണം. ആഫ്റ്റർ ദ ഡിബഞ്ചേഴ്സ് ഹാവ് ബിൻ റിഡീംഡ്, ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്ത് കഴിഞ്ഞാൽ ദ ബാലൻസ് ഓഫ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ജനറൽ ഫണ്ട്. അപ്പോൾ ആ ബാലൻസ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ ബാലൻസ് വരും, അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ജനറൽ റിസർവിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അതാണ് സിങ്കിങ് ഫണ്ടിൻ്റെ പ്രത്യേകത കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. അപ്പോൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് പറഞ്ഞു, ഇൻഷുറൻസ് പോളിസി മെത്തേഡ് പറഞ്ഞു. 4ാമത്തെ മെത്തേഡാണോ? അപ്പോൾ 1ാമത്തെ മെത്തേഡ് അതായിരുന്നു. 1ാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ ലംസം മെത്തേഡ്, ദെൻ റിഡംഷൻ ബൈ ആനുവൽ ഡ്രോയിങ്സ്. ഇത് പിന്നെ സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ദെൻ ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ആനുവൽ കോൺട്രിബ്യൂഷൻ ഇസ് ഇൻവെസ്റ്റഡ് ഇൻ ഔട്ട്സൈഡ് സെക്യൂരിറ്റീസ്. അണ്ടർ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് ഇൻഷുറൻസ് പോളിസി ഈസ് പർച്ചേസർ ബൈ പേയിങ് ആനുവൽ പ്രീമിയം. ഓരോ വർഷം നമ്മൾ പ്രീമിയം കൊടുത്തുകൊണ്ടാണ് നമ്മൾ പോളിസി എടുക്കുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് പറയാം, പക്ഷേ പോളിസി എടുത്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് മാത്രം. സച്ച് പോളിസി വിൽ മെച്യൂർ ഓൺ ദ ഡേറ്റ് വെൻ ദ ഡിബഞ്ചേഴ്സ് ബിക്കം റെഡീമബിൾ. അപ്പോൾ നമ്മൾ പോളിസി എടുക്കുമ്പോൾ റിഡീം ചെയ്യുന്ന വർഷം എന്നാണോ അന്ന് മെച്ചേർഡ് ആകുന്ന രീതിയിലാണ് നമുക്ക് ഈ പോളിസി എടുക്കുക. ഓക്കെ, ദ ടോട്ടൽ പ്രീമിയം പെയ്ഡ് വിൽ എമൗണ്ട് ടു ലെസ് ദാൻ ദ പോളിസി എമൗണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് പോളിസിയുടെ എമൗണ്ടിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, പോളിസിയുടെ എമൗണ്ട് പ്രീമിയം ആയിട്ട് കൊടുക്കുന്നത്. ബട്ട് ദ പോളിസി എമൗണ്ട് വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് റിക്വയർഡ് ഫോർ റിഡംഷൻ. പക്ഷേ റിഡംഷൻ്റെ സമയത്ത് നമുക്കത് ഈക്വലായിട്ട് കിട്ടും. ദസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പോളിസി എമൗണ്ട് ആൻഡ് പ്രീമിയം പെയ്ഡ് വിൽ ബി ഇൻട്രസ്റ്റ് ഓൺ പ്രീമിയംസ്. അപ്പോൾ നമ്മൾ കൊടുത്ത പ്രീമിയത്തിന് ഇൻട്രസ്റ്റ് നമ്മൾ കണക്കാക്കേണ്ടി വരും. അപ്പോൾ കൊടുക്കണ എമൗണ്ട് ഇപ്പോൾ ചിലപ്പോൾ 90,000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷേ പോളിസി എമൗണ്ട് 1 ലക്ഷം വരും. അല്ലെങ്കിൽ 75,000 രൂപ നമ്മൾ അടച്ചിട്ടുണ്ടാവുള്ളൂ, 1 ലക്ഷം രൂപ പോളിസി ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കാം, ഓർ പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ ഓഫ് പോളിസി. ഓക്കെ, അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇനി 5ാമത്തെ മെത്തേഡ് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സ്വന്തം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ഉണ്ട്, നമുക്ക് റിഡം ചെയ്യാം. എ കമ്പനി ക്യാൻ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്.
അപ്പോൾ ആർട്ടിക്കിൾസ് അനുവദിച്ചാൽ മാത്രമാണ് സ്വന്തം കമ്പനിയുടെ ഡിബഞ്ചേഴ്സ് അവർക്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. വെൻ എ കമ്പനി പർച്ചേസസ് ഓൺ ഡിബഞ്ചേഴ്സ് ഇറ്റ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ദിസ് ഈസ് ബിക്കോസ് ദ ഓൾഡ് ഡിബഞ്ചേഴ്സ് ആർ withdrawn or taken back from the debenture holders by paying them either at par or at premium. അതെങ്ങനെ ചെയ്യുക? അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കണം. അവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ക്യാഷ് കൊടുക്കണം. അത് ഫേസ് വാല്യൂ ആയിട്ട് കൊടുക്കാൻ ചിലപ്പോൾ പ്രീമിയത്തിൽ ചെയ്യാവുന്നതാണ്. ദ പർച്ചേസ് ഓഫ് ഡിബഞ്ചേഴ്സ് മേ ബി പെയ്ഡ് ഫ്രം സിങ്കിങ് ഫണ്ട് ഓർ ഔട്ട് ഓഫ് പ്രോഫിറ്റ് ഓർ ഔട്ട് ഓഫ് ക്യാപിറ്റൽ. സിങ്കിങ് ഫണ്ടിൽ നിന്നാകാം, അല്ലെങ്കിൽ പ്രോഫിറ്റിൽ നിന്നാകാം, അതല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നാകാം. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് സർക്കംസ്റ്റൻസസ്. ഏതൊക്കെ സർക്കംസ്റ്റൻസിലാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുക? പർച്ചേസ് ചെയ്യുന്നത് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ഹയർ ദാൻ ദ മാർക്കറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹയർ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാൾ കൂടുതൽ വരാം. വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിബഞ്ചേഴ്സ് ഫോൾ ബിലോ ദ ഫേസ് വാല്യൂ ഓർ റിഡംഷൻ പ്രൈസ്. അതായത് മാർക്കറ്റ് പ്രൈസ് കുറയാം, ഫേസ് വാല്യൂനേക്കാൾ കുറയുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യാം. വെൻ സഫിഷ്യൻറ്റ് എമൗണ്ട് ഈസ് അവൈലബിൾ ഇൻ സർപ്ലസ് ഫണ്ട്. സർപ്ലസ് ഫണ്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടാകും. ഇങ്ങനെ മൂന്ന് സാഹചര്യങ്ങളിലാണ് നമുക്ക് സ്വന്തം ഡിബഞ്ചേഴ്സ് പർച്ചേസ് ചെയ്യാം. അതായത് റിഡംഷൻ ബൈ പർച്ചേസ് ഓഫ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം ദ ഓപ്പൺ മാർക്കറ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ് കേട്ടോ. എത്രാമത്തെ മെത്തേഡ്? 5ാമത്തെ മെത്തേഡ്. ഒരു മെത്തേഡ് കൊണ്ടുണ്ട്, അത് നമുക്ക് അടുത്ത സെഷനിൽ നമുക്ക് പറയാം. ഓക്കെ, ദിസ് മെത്തേഡ് സർക്കംസ്റ്റൻസ് വരെ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.